അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പേഴ്സണൽ ലോസ് ആണ്. അതായത് മാരേജ്, ഗാർഡിയൻഷിപ്പ്, അഡോപ്ഷൻ, സക്സഷൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സണൽ ലോസിനെ കുറിച്ചാണ് ഇന്ന് മെയിനായിട്ട് നോക്കാനുള്ളത്. ആദ്യം തന്നെ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസിനെ പറ്റി പറയുമ്പോൾ ഹിന്ദു പേഴ്സണൽ ലോസിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു ആക്റ്റാണ്, അല്ലെങ്കിൽ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഹിന്ദു മാരേജ് ആക്ട് ഓഫ് 1955 എന്നുള്ളത്. ഈ ഒരു ഹിന്ദു മാരേജസിൻ്റെ ഒക്കെ ഒരു കോഡിഫിക്കേഷനും അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളുടെ ഒരു അമെൻമെൻറ്റിനും ഒക്കെ വന്നിട്ടുള്ള ഒരു ആക്റ്റാണ് ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് പാസ്സാവുന്നത് 18th May 1955 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ ഒരു ഡേറ്റിലാണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. ഹിന്ദു മാരേജസിൻ്റെ ഗവേണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു കോഡിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു ആക്ടിന് ശേഷമാണ്. ഇനി ഈ ഒരു ആക്ടിൻ്റെ കീ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് ആസ്പെക്ട്സ്. അതായത് മാരേജസ് മാത്രമല്ല, മാരേജസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ലാണ്ട് ഡിവോഴ്സ്, മെയിൻ്റനൻസ്, ഗാർഡിയൻഷിപ്പ് തുടങ്ങിയ ആസ്പെക്ട്സുകളും കൂടി ഈ ഒരു ആക്റ്റിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ദെൻ ഇത് ബ്രൈഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂമിൻ്റെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടും കൂടിയാണ് ഈ ഒരു ആക്ട്. ഈ ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ദെൻ ഇറ്റ് അപ്ലൈസ് ടു ഓൾ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് ഓർ സിഖ്സ്. അതായത് ഈ ഒരു 4 റിലീജിയൻസിലെ ആൾക്കാരെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടാണിത്. ആൻഡ് ഇത് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാഴ്സീസ് ഓർ ജൂസ്, ഇത്രയും റിലീജിയനിൽ പെട്ടവരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് സിഖ്സ് എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ ഇത്രയും റിലീജിയൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്ടാണ് ദ ഹിന്ദു മാരേജ് ആക്ട് ഓഫ് 1955. സോ നെക്സ്റ്റ്, കണ്ടീഷൻസ് ഫോർ എ വാലിഡ് മാരേജ് ആണ്. ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ ഒരു വാലിഡ് മാരേജ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ ഒരു കണ്ടീഷൻ പറയുന്നത് ബോത്ത് സ്പൗസസ് മസ്റ്റ് ബി ഹിന്ദു. ഹിന്ദു എന്നുള്ളതിന് ഒരു വെൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഹിന്ദു മാരേജ് ഹിന്ദു റിലീജിയനിൽ ഉൾക്കൊള്ളുന്ന ഒരാൾ മാത്രം എന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റു 3 റിലീജിയൻസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു ആക്ടാണിത്. സോ അതിൽ ഉൾക്കൊള്ളുന്ന ആരെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ ഹിന്ദു എന്ന് ഇതിൽ ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്നതിൽ ഉൾക്കൊള്ളുന്ന 2 പേരായിരിക്കണം സ്പൗസസ് അഥവാ ബ്രൈഡും ഗ്രൂമും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് മാരേജിലുള്ള ആളായിരിക്കരുത് either ഓഫ് ദ പാർട്ടി എന്ന് പറയുന്നുണ്ട്. ബ്രൈഡോ ഗ്രൂമോ ഓൾറെഡി ഒരു മാരീഡ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ആ മാരേജ് വോയിഡ് ആയിരിക്കും, അഥവാ അതിന് ലീഗലി ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് neither ഓഫ് ദ പാർട്ടി ഷുഡ് ബി ഇൻകേപ്പബിൾ ഓഫ് ഗിവിംഗ് എ വാലിഡ് കൺസെൻറ്റ് ഓഫ് എ മാരേജ് ഡ്യൂ ടു അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അതായത് അൺസൗണ്ട് പേഴ്സൺസിനെ നമുക്കറിയാം, ഈ ഒരു മാരേജ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ മാരേജ് വാലിഡ് ആവണമെങ്കിൽ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും കൺസെൻറ്റ് ആവശ്യമാണ്. ആൻഡ് അൺസൗണ്ട്നെസ് അല്ലെങ്കിൽ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു കൺസെൻറ്റ് കൊടുക്കുന്നതിൽ ഇൻകേപ്പബിൾ ആയിരിക്കും. സോ അൺസൗണ്ട് മൈൻഡുള്ള ഒരു പേഴ്സൺ ആയിരിക്കരുത് either ഓഫ് ദ പാർട്ടി എന്നും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്നുണ്ട് ഒരു കണ്ടീഷനായിട്ട്. സോ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു പേഴ്സണൽ ലോ പറയാനുള്ളത് ദ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഓഫ് 1872 എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലുള്ള മാരേജിൻ്റെ ഒരു സോളമനൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളുടെ ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു ആക്ടാണ്. ഈ ഒരു ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് 18th July 1872 നമുക്കറിയാം ഹിന്ദു മാരേജ് ആക്ട് 18th May ആണ്, ഇവിടെ 18th July ആണ്. ഹിന്ദു മാരേജ് ആക്ട് 18th May 1955 ആണെങ്കിൽ ഇവിടെ 18th July 1872 ആണ്. ഡേറ്റ് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. ദെൻ ഈ ഒരു കോഡിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ ഒരു നിയമപ്രകാരമാണ് ഇന്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ മാരേജസ് ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കീഴിലാണ് അതിൻ്റെ നിയമ പ്രക്രിയകളൊക്കെ നടക്കുന്നത്. ഇനി ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്ന മാരേജിന് വേണ്ട കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് മാരേജ് ചെയ്യാൻ പോകുന്ന പുരുഷൻ്റെ വയസ്സ് 21 വയസ്സിൽ താഴെയാകാൻ പാടില്ല. അതുപോലെ തന്നെ മാരേജ് ചെയ്യാൻ പോകുന്ന സ്ത്രീയുടെ വയസ്സ് 18 വയസ്സിന് താഴെയാകാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ ഈ ആക്ടിൻ്റെ അണ്ടറിൽ പറയുന്നത്. അത് അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ആ ഒരു ബ്രൈഡിനോ ഗ്രൂമിനോ
കറൻ്റ്ലി ഒരു വൈഫ് ഓർ ഹസ്ബൻഡ് ഉള്ള ആളായിരിക്കരുത്. കറൻ്റ്ലി ലിവിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡോ ഓർ വൈഫോ ഉള്ള ആളായിരിക്കരുത് ഈ ഒരു മാരേജ് ചെയ്യാൻ പോകുന്നത് എന്നൊരു രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നു. then അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ആരുടെയൊക്കെ പ്രസൻസിലായിരിക്കണം ആ മാരേജ് നടക്കുന്നത് എന്നാണ് ഒരു മൂന്നാമത്തെ കണ്ടീഷനിൽ പറയുന്നത്. ആദ്യം തന്നെ പറയുന്ന 2 വിറ്റ്നസ്സുകൾ എന്തായാലും വേണം. ദെൻ ഈ ഒരു ആക്ടിൻ്റെ സെക്ഷൻ 9 പറയുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി വേണം പ്രസൻസിൽ എന്ന് പറയുന്നുണ്ട്. അതാണ് ഒരു മൂന്നാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, അതായത് മുസ്ലിം പേഴ്സണൽ ലോസ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാരേജുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യപ്പെടുന്നത് മുസ്ലിം പേഴ്സണൽ ലോ അഥവാ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 പ്രകാരമാണ്. ലീഗൽ റെഗുലേഷൻസ് അതുപോലെ സോഷ്യൽ നോംസ് ഒക്കെ ഈ ഒരു പ്രാക്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇന്റർപ്ലേ ആണ്. അതായത് റിലീജിയസ് പ്രിൻസിപ്പിൾസും ലീഗൽ സ്റ്റാറ്റ്യൂട്ട്സും അതുപോലെ തന്നെ സൊസൈറ്റിയൽ നോംസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് ഈ ഒരു ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. ഈ ഒരു നിയമത്തിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 അണ്ടറിൽ മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ബേസ്ഡ് നേച്ചറാണ് മാരേജിന് കൊടുക്കുന്നത്. ഒരു സിവിൽ കോൺട്രാക്ട്, ബ്രൈഡും ഗ്രൂമും തമ്മിലുള്ള ഒരു സിവിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇതിൽ മാരേജിനെ പറ്റി പറയുന്നത്. കീ ആസ്പെക്ട്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്ന ഒന്നാണ് മാരേജ് ആസ് എ കോൺട്രാക്ട് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാരേജിന് ഒരു കോൺട്രാക്റ്റ്, ഒരു സിവിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കോൺട്രാക്റ്റ് ഫോർമലൈസ് ചെയ്യുന്നതിന് ഒരു മാരേജ് ഡോക്യുമെൻറ്റും അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ സെർട്ടൻ കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഈ 2 കാര്യങ്ങൾ റിക്വയർഡ് ആണ് ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ. അതുപോലെ തന്നെ 2 പാർട്ടിയുടെയും ഫ്രീ ആയിട്ടുള്ള കൺസെൻറ്റ്, അവരുടെ കൺസെൻറ്റ് മസ്റ്റ് ആണ് ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ എന്നും ഇതിൽ പറയുന്നുണ്ട്. then രണ്ടാമതൊരു കീ ആസ്പെക്റ്റ് പറയുന്നത് കീ എലമെന്റ്സ് ഓഫ് എ വാലിഡ് മാരേജ് എന്നുള്ളതാണ്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കൺസെൻറ്റ്, ഡൗറി അല്ല മഹർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഗ്രൂം ബ്രൈഡിന് ഒരു മഹർ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ വിറ്റ്നസ്സസ്, ദെൻ ലാസ്റ്റ് ആയിട്ട് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, 2 പാർട്ടികളും ഈ ഒരു കോൺട്രാക്റ്റിന് കൺസെൻറ്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം. പ്യൂബേർട്ടി അറ്റൈൻ ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കണം 2 പേര് എന്നും പറയുന്നുണ്ട്. ഇത്രയാണ് ഒരു കീ എലമെന്റ്സ് ആയിട്ട് വാലിഡ് മാരേജിന്റെ കീ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് ഒരു കീ ആസ്പെക്ട് പറയുന്നത് ഏജ് ഓഫ് മാരേജ് ആണ്. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് ഈ ഒരു മാരേജിന്റെ ഏജ് എന്ന് പറയുന്നത് ബൈ അറ്റൈനിങ് പ്യൂബേർട്ടി ആണ്. പ്യൂബേർട്ടി അറ്റൈൻ ചെയ്ത് ഏതൊരാൾക്കും മാരേജിന് ഉള്ള ഏജ് ആയി എന്നാണ് ഈ ഒരു പേഴ്സണൽ ലോയിൽ പറയുന്നത്. ദെൻ അടുത്തൊരു കീ ആസ്പെക്ട് പോളിഗാമിയാണ്. ഈ ഒരു പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് മുസ്ലിം മെന്നിന് മൾട്ടിപ്പിൾ മാരേജസ്, അതായത് ഒന്നിലധികം വിവാഹം ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ IPC സെക്ഷൻ 494 അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ അത് പ്രൊഹിബിറ്റഡും ആണ്. ദെൻ അടുത്തൊരു ആസ്പെക്ട് പറയാനുള്ള രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു മാരേജ് ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. മുസ്ലിം മാരേജ് ആക്ട് പ്രകാരമാണ് ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ദെൻ അവസാനമായിട്ട് പറയുന്ന ഒരു കീ ആസ്പെക്ട് ഡെസൊല്യൂഷൻ ഓഫ് മാരേജ് ആണ്. ടൈപ്സ് ഓഫ് ഡിവോഴ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോന്റെ അണ്ടറിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡിവോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ആദ്യം തന്നെ ഹിന്ദു പേഴ്സണൽ ലോസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ ഡിവോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ മാരേജ് എന്ന് പറയുന്ന ഒരു പവിത്രമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു യൂണിയൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടാണ് ഈ ഒരു ഹിന്ദു ട്രഡീഷനിൽ പറയുന്നത്. ആൻഡ് ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി, അത് ഋഗ്വേദ കാലഘട്ടം തൊട്ടിട്ടുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി തൊട്ട് ഈ ഒരു ഫാക്റ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് പവിത്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു കൺസെപ്റ്റിനെ, മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കണ്ടുവരുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു മനുസ്മൃതിയൊക്കെ അനുസരിച്ച്, മനുവിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെയിൽ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റു മീൻസ് വഴിയോ തകർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ബട്ട് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടിൽ ഡെത്ത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു റൈറ്റിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് മാരേജ് എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ധർമ്മ,
കൺസിഡേർഡ് ആസ് എ ഹയസ്റ്റ് ധർമ്മ എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി വേദിക് ലോയിലൊക്കെ, വേദിക് നിയമങ്ങളിലൊക്കെ ഡിവോഴ്സിന് ഒരു ചെറിയൊരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ചെറിയ തോതിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. നാരദ അല്ലെങ്കിൽ പ്രസാദ എന്ന് പറയുന്ന ഒരു വൈഫിന് അനദർ ഹസ്ബൻഡ്, വേറെ മറ്റൊരു ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുത്തതായിട്ട് പരാമർശമുണ്ട്. അതുപോലെ തന്നെ കൗഡില്യൻ ഇത്തരത്തിൽ മാരേജിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ലിബറൽ ആയിട്ടുള്ള ഒരു വ്യൂ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പരാമർശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഹിസ്റ്റോറിയൻസിന് അൺനോൺ ആണ്. എന്നിരുന്നാൽ കൂടി ത്യാഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിവോഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നമ്മുടെ ഒരു വേദിക് ലോയിലൊക്കെ നിൽക്കുന്നത്. ആ ത്യാഗ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഹസ്ബൻഡ്സിന് ആപ്ലിക്കബിൾ ആണ്. അതായത് ഹസ്ബൻഡ്സിന് ത്യാഗം ചെയ്യാം, എന്നാൽ വൈഫ്സിന് പറ്റില്ല എന്നുള്ള ഒരു രീതിക്ക് ഒരു പാട്രിയാർക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് ത്യാഗ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡിവോഴ്സ് അല്ല, ഒരു അബൻഡൻമെന്റ്, അതായത് വൈഫിനെ ഉപേക്ഷിക്കുക, അവർ ത്യാഗം ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷേഴ്സ് ആണ് ഇന്ത്യയിൽ വന്നിട്ട് ഈ ഒരു മാരേജ് ഡെസൊല്യൂഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആക്ട്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ദ നേറ്റീവ് കൺവേർട്സ് മാരേജ് ഡിസൊല്യൂഷൻ ആക്ട് ഓഫ് 1866, അതുപോലെ തന്നെ ദ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് ഓഫ് 1869, ദ പാസി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് ഓഫ് 1936 എന്നിവ. ആൻഡ് ഈ ഒരു ആക്ടുകളൊക്കെ ക്രിസ്ത്യൻസിന് അല്ലെങ്കിൽ പാസീസിനായിരുന്നു ഡിവോഴ്സിനുള്ള റൈറ്റ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡിവോഴ്സിന്റെ പ്രൊവിഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടായിരുന്നു ഈ ഒരു ആക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലാണ് ഒരു യൂണിഫോം ആയിട്ടൊരു അതായത് യൂണിഫൈഡ് ആയിട്ടുള്ളൊരു നിയമം ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഹിന്ദുസിന്റെ ഇടയിൽ വരുന്നത്. അതാണ് ദ ഹിന്ദു മാരേജ് ആക്ട് ഓഫ് 1955 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഹിന്ദു മാരേജ് ആക്ടിൽ ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒന്ന് അഡൾട്ടറി ആണ്, അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ഉണ്ടായിരിക്കുന്നത് ഡിവോഴ്സ് തേടാനുള്ള ഒരു കാരണമാണ്, ഒരു ഗ്രൗണ്ടാണ്. ദെൻ ക്രൂവൽറ്റി, ക്രൂരത കാണിക്കുക, പാർട്ട്ണറോട് ക്രൂരത കാണിക്കുന്നത് ഡിവോഴ്സിനുള്ള ഒരു ഉപാധിയാണ്. ദെൻ ഡിസേർഷൻ, അതായത് ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി പോവുക എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. ദെൻ കൺവേർഷൻ, പരിവർത്തനം നടത്താം, മതപരിവർത്തനം അല്ലെങ്കിൽ പരിവർത്തനമൊക്കെ നടത്തുന്നതിനെയാണ് ഇവിടെ മറ്റൊരു ഗ്രൗണ്ട് ആയിട്ട് പറയുന്നത്. ദെൻ മെന്റൽ ഡിസോർഡേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണ് പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഡിവോഴ്സിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്, ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ റിനൗൺസിയേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ത്യാഗ എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു റിനൗൺസിയേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ത്യാഗ എന്നുള്ള കൺസെപ്റ്റ് ഡിവോഴ്സിനുള്ള ഒരു കാരണമാണ്. ദെൻ അവസാനമായിട്ട് പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത്, പാർട്ട്ണറുടെ ഡെത്ത് നമ്മൾ ഉറപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മരണം വന്നേക്കാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് കാര്യങ്ങൾ ഉണ്ട്, ഡിസീസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിനുള്ള ഒരു കാരണമായിട്ട് പരിഗണിക്കുന്നതാണ്. ഇനി മുസ്ലിം പേഴ്സണൽ ലോയുടെ അണ്ടറിൽ ഈ ഒരു ഡിവോഴ്സ് എന്നുള്ള കൺസെപ്റ്റിന്റെ എവല്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പുരുഷ മേധാവിത്വത്തിന് കീഴിലുള്ള ഒരു കസ്റ്റം ആയിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾ ഉപദ്രവിക്കാനുള്ള ഒരു മീൻസ് ആയിട്ടായിരുന്നു ആ ഒരു പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ നിലനിന്നിരുന്നത് ഡിവോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് വേണ്ടപ്പോൾ ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ആൻഡ് പ്രൊഫറ്റ് മുഹമ്മദ് ആണ് ആദ്യമായിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് ഹസ്ബൻഡ്സിന് ഡിവോഴ്സിന്റെ മേലുള്ള ഈ ഒരു പവർ ഒന്ന് റെസ്ട്രെയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് പ്രൊഫറ്റ് മുഹമ്മദ് ആണ്. ആൻഡ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. ആൻഡ് മുസ്ലിം പേഴ്സണൽ ലോസ് ഓൺ ഡിവോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോസിൽ ഇന്ത്യയിൽ ഗവേൺ ചെയ്യപ്പെടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ദ മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഓഫ് 1937 അണ്ടറിലാണ്. അതുപോലെ മറ്റൊരു ആക്ടും കൂടി ഉണ്ട് ഈ ഒരു ഡിവോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കബിൾ ആകുന്ന, അതായത് ദ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് ഓഫ് 1939. ഈ രണ്ട് ആക്ടുകളാണ് പ്രധാനമായിട്ടും ഡിവോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുസ്ലിം പേഴ്സണൽ ലോസ് ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ ഗവേൺഡ് ആയിട്ടുള്ളത്.
ഇനി ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോസിന്റെ അണ്ടറിൽ കുറച്ച് ടൈപ്സ് ഓഫ് ഡിവോഴ്സ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 5 ടൈപ്സ് ആണ് പറയുന്നത്. ആദ്യത്തെ ഒരു ടൈപ്പാണ് തലാഖ് എന്നുള്ളത്. തലാഖ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡ് ആണ്. ആൻഡ് പിൻവലിക്കാവുന്നതായിട്ടുള്ള തലാഖും അതുപോലെ തന്നെ മാറ്റാനാവാത്ത തലാഖ് 2 തരത്തിൽ അത് പറയുന്നുണ്ട്. രണ്ടാമതൊരു ടൈപ്പ് പറയുന്നത് ഖുല എന്നുള്ളതാണ്. ഖുല ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വൈഫാണ് വിത്ത് കൺസെന്റ് ഓഫ് ദ ഹസ്ബൻഡിന്റെ കൺസെന്റോട് കൂടിയിട്ട് വൈഫ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിവോഴ്സിന്റെ ടൈപ്പാണ് ഖുല എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടൈപ്പിൽ വൈഫ് ഡൗർ അത് മെഹർ റിട്ടേൺ ചെയ്യുകയും അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുകയും വേണം. ആൻഡ് മൂന്നാമതൊരു ടൈപ്പ് പറയുന്നത് മുബാറത്ത് എന്നുള്ളതാണ്. ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആണ്. ഹസ്ബൻഡും വൈഫും തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാണ്ട് പരസ്പരം പറഞ്ഞ് എഗ്രി ചെയ്ത് മാരേജ് ഡിസോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവോഴ്സ് ആണ് മുബാറത്ത് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ഒരു ടൈപ്പ് പറയുന്നത് ഫസ്ക് എന്നുള്ളതാണ്. ഇതൊരു ജുഡീഷ്യൽ ഡിവോഴ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ക്രൂവൽറ്റി അല്ലെങ്കിൽ വൈഫിന് ചെലവിന് കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൗണ്ട്സിന്റെ ബേസിൽ വൈഫിന് മാരേജ് ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് സീക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ആണ് ഈ ഒരു ഫസ്ക് എന്ന് പറയുന്നത്. അഞ്ചാമതൊരു ടൈപ്പായിട്ട് ഡിവോഴ്സിന്റെ ടൈപ്പായിട്ട് പറയുന്നത് തലാഖി തഫ്വീസ് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന്റെ മുന്നെയോ അല്ലെങ്കിൽ ശേഷമോ ഉണ്ടായിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഡിവോഴ്സിനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവോഴ്സ് ആണ് തലാഖി തഫ്വീസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ് ആണ്. അതായത് മുസ്ലിം പേഴ്സണൽ ലോസിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ, ഡിവോഴ്സ് ഫയൽ ചെയ്യാവുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് പറയുന്നു. അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഗ്രൗണ്ട്സ് ആണ് പറയുന്നത്. അതിൽ സ്ത്രീകൾക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടാവുന്ന ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്രൂവൽറ്റി, ഡിസേർഷൻ, ഇമ്പോർട്ടൻസ്, ഫെയിലിയർ ടു മെയിൻറ്റെയിൻ, ഇംപ്രിസൺമെന്റ് ആൻഡ് മിസ്സിംഗ് ഹസ്ബൻഡ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടാം. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നത് നോ സ്പെസിഫിക് ഗ്രൗണ്ട്സ് ആർ റിക്വയർഡ് എന്നുള്ളതാണ്. ബട്ട് ദ ഡിവോഴ്സ് മസ്റ്റ് ബി പ്രൊനൗൺസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇസ്ലാമിക് ലോ. ഇസ്ലാമിക് നിയമപ്രകാരം ആയിരിക്കണം ആ ഒരു ഡിവോഴ്സ് നടന്നിരിക്കേണ്ടത്. പക്ഷേ ഒരു സ്പെസിഫിക് ഗ്രൗണ്ട്സ് പുരുഷന്മാർക്ക് ഇവിടെ പറയുന്നില്ല. അടുത്തായിട്ട് ലീഗൽ ഫ്രെയിംവർക്ക്, അതായത് മുസ്ലിം പേഴ്സണൽ ലോസിന്റെ അണ്ടറിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് ലീഗൽ ഫ്രെയിംവർക്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഒന്നാമതായിട്ട് ദ ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് ഓഫ് 1939. ആൻഡ് ഇതിലാണ് സ്ത്രീകൾക്ക് ഡിവോഴ്സ് തേടാവുന്നതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രൗണ്ട് ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ടൊരു ആക്ട് പറയുന്നത് മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് ഓഫ് 1986 ആണ്. ഇത് എൻഷുർ ചെയ്യുന്നുണ്ട് മെയിൻ്റനൻസ് റൈറ്റ്സ് ഫോർ ഡിവോഴ്സ്ഡ് മുസ്ലിം വുമൻ. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം വുമൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് എൻഷുർ ചെയ്യുന്ന ഒരു ആക്ട് ആണ് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് ഓഫ് 1986 എന്നുള്ളത്. ദെൻ അടുത്തൊരു ആക്ട് പറയുന്നത് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് ഓഫ് 2019 ആണ്. ആൻഡ് ഈ ഒരു ആക്ട് പ്രകാരമാണ് ട്രിപ്പിൾ തലാഖ് ക്രിമിനലൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രിപ്പിൾ തലാഖ്, പെട്ടെന്നുള്ള ആ ഒരു ഡിവോഴ്സ് തടയാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ തലാഖ്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രിപ്പിൾ തലാഖ് ക്രിമിനലൈസ് ചെയ്തിരിക്കുന്നത് ദ മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ മാരേജ് ആക്ട് ഓഫ് 2019 പ്രകാരമാണ്. ഇനി ക്രിസ്ത്യൻ പേഴ്സണൽ ലോയുടെ അണ്ടറിൽ ഡിവോഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് എവല്യൂഷൻ ചെയ്തു വരുന്നത് എന്നാണ്. ആൻഡ് ആദ്യമായിട്ട് ഈ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് മാരേജിന് വേണ്ടിയിട്ട് ഒരു നിയമം പാസ്സാവുന്നത് 1866 ദ നേറ്റീവ് കൺവേർട്സ് മാരേജ് ആക്ട് ഓഫ് 1866 ആണ് ആദ്യമായിട്ട് ഈ ഒരു മാരേജിന്റെ ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന നേറ്റീവ്സിന്റെ മാരേജ് ഡിസൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആൻഡ് അതിനുശേഷം ഈ ഒരു കൺവേർട്ട് ക്രിസ്ത്യൻസിന്റെ നീഡ്സിന് വേണ്ടി, റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ആക്ട് ആണ്, അല്ലെങ്കിൽ ഈ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻസിന്റെ മാരേജ് ഡിസൊല്യൂഷനായിട്ട് ഇപ്പോൾ കറന്റ് ഉള്ള ആക്ട് ആണ് ദ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പേഴ്സണൽ ലോസ് റിലേറ്റഡ് ടു സക്സഷൻ ആണ് നോക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ നോക്കുന്ന ഒരു ആക്ട് ആണ് ദ ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956 എന്നുള്ളത്. ഈ സക്സഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ തന്നെയാണ് ദ ഹിന്ദു സക്സഷൻ ആക്ട് ഓഫ് 1956 എന്ന് പറയുന്നത്. ആൻഡ് ഹിന്ദുസ് അഥവാ ഇന്ത്യയിലുള്ള
ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജൈൻസ്, സിഖ്സ് തുടങ്ങിയവർക്ക് സക്സഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ആക്ടിലൂടെയാണ് ഫെയറും ഇക്വിറ്റബിളും ആയിട്ട് പ്രോപ്പർട്ടി ഈ ഒരു അവകാശികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കഴിയുന്നത്. ആൻഡ് ഈ ഒരു ആക്ട് ആണ് അതിനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് 2005 വന്നിട്ടുള്ള അമെൻമെന്റ് പ്രകാരം ഡോട്ടേഴ്സിന്, അതായത് പെൺകുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള പരമ്പരാഗത സ്വത്തിനുള്ള അവകാശം നൽകുന്നുണ്ട്. അത് ജെൻഡർ ഇനീക്വാളിറ്റി തടയുന്നതിനും ജെൻഡർ ഇക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുമുള്ള ഒരു മേജർ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ആക്ടിന്റെ കീ പ്രൊവിഷൻസ് നോക്കുമ്പോൾ സെക്ഷൻ 6 പറയുന്നത് ഡീലിംഗ് വിത്ത് കോപ്പർസനറി പ്രോപ്പർട്ടി, അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിലുള്ള പ്രോപ്പർട്ടി, കൂട്ട് സ്വത്ത് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആൻഡ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് സെക്ഷൻ 6 പറയുന്നത്. ആൻഡ് ഈ ഒരു സെക്ഷൻ ആണ് 2005 നമ്മൾ പറഞ്ഞ പോലെ അമെൻഡ് ചെയ്തിരുന്നത്. പെൺമക്കൾക്കും ഈക്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു അമെൻമെന്റ് വന്നത് 2005 സെക്ഷൻ 6 ദെൻ സെക്ഷൻ 8 പറയുന്നത് സ്പെസിഫൈ ദ ഓർഡർ ഓഫ് സക്സഷൻ എമംഗ് ഹെയർസ്, അതായത് അവകാശികൾക്കിടയിൽ ആ സക്സഷന്റെ ഓർഡർ പറയുന്നത് സെക്ഷൻ 8 ദെൻ സെക്ഷൻ 14 പറയുന്നത് പ്രോപ്പർട്ടി അക്വേർഡ് ബൈ ഫീമെയിൽ ഹിന്ദു ആൻഡ് അബ്സല്യൂട്ട് ഓണർഷിപ്പ്, അതായത് സ്ത്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു ഫീമെയിൽ അക്വേർഡ് ചെയ്തിട്ടുള്ള ഓണർഷിപ്പ് ലഭിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ട്, അവകാശമുണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 14 ആൻഡ് സെക്ഷൻ 15 പറയുന്നത് ഓർഡേഴ്സ് ഓഫ് സക്സഷൻ ഓഫ് എ ഫീമെയിൽ ഹിന്ദു ഡൈയിങ് ഇൻ ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മരിച്ച ഒരു ഹിന്ദു സ്ത്രീയുടെ സക്സഷന്റെ ഓർഡർ പറയുന്നത് സെക്ഷൻ 15 ആൻഡ് സെക്ഷൻ 16 പറയുന്നത് ഡീൽസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി എമംഗ് ഹെയർസ് ഓഫ് എ ഫീമെയിൽ ഹിന്ദു എന്നുള്ളത്. ഫീമെയിൽ ഹിന്ദുവിന്റെ, അതായത് ഹിന്ദു ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രോപ്പർട്ടി എങ്ങനെയാണ് ഹെയർസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഓർഡർ എങ്ങനെയാണ് എന്ന് ഡീൽ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 16 ഇനി ഈ ഒരു ആക്ടില് ഹിന്ദു സക്സഷൻ ആക്ടിന്റെ അണ്ടറിൽ പറയുന്ന ഓർഡർ ഓഫ് സക്സഷൻ ആണ് നോക്കുന്നത്. അതിൽ ആദ്യം പറയുന്ന ഒരു കാറ്റഗറി ക്ലാസ് 1 ഹെയർസ് ആണ്. ആൻഡ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ക്ലാസ് 1 ഹെയർസിലേക്കായിരിക്കും പ്രോപ്പർട്ടി പോകുന്നത്. ആ ക്ലാസ് 1 ഹെയർസിൽ ഉൾക്കൊള്ളുന്നത് ആദ്യം കുട്ടികൾ, ദെൻ വിഡോസ്, മദർ ആൻഡ് ദെൻ സർട്ടൻ അതർ റിലേറ്റീവ്സ്, പിന്നെ ക്ലോസ് ആയിട്ട് അടുത്ത് വരുന്ന കുറച്ച് റിലേറ്റീവ്സ്. അങ്ങനെയാണ് ക്ലാസ് 1 ഹെയർസ് വരുന്നത്. ദെൻ ക്ലാസ് 2 ഹെയർസ് വരുന്നത് ഫാദർ, സിബ്ലിങ്സ് ആൻഡ് ദെയർ ചിൽഡ്രൻസ്, സിബ്ലിങ്സിന്റെ ചിൽഡ്രൻസ്. അങ്ങനെയാണ് ക്ലാസ് 2 ഹെയർസ് വരുന്നത്. ദെൻ ആഗ്നേറ്റ്സ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ത്രൂ മെയിൽസ് ത്രൂ ഉള്ള റിലേറ്റീവ്സിനെയാണ് ആഗ്നേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ കോഗ്നേറ്റ്സ് മീൻസ് റിലേറ്റീവ്സ് ത്രൂ ഫീമെയിൽസ് ത്രൂ വരുന്ന റിലേറ്റീവ്സിനെയാണ് കോഗ്നൈറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്ലാസ് 1 ഹെയർസിന് ആദ്യം പ്രോപ്പർട്ടി പോകും, ദെൻ അതില്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് 2, ദെൻ അത് കഴിഞ്ഞിട്ട് ആഗ്നൈറ്റ്സ്, ദെൻ കോഗ്നൈറ്റ്സ്. ആ ഒരു ഓർഡറിലാണ് സക്സഷൻ പോകുന്നത്. സോ ഇസ്ലാമിക് ലോ റിലേറ്റഡ് ടു സക്സഷൻ നോക്കുമ്പോൾ ഈ സക്സഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇസ്ലാമിക് പേഴ്സണൽ ലോസ് ബേസ് ചെയ്തിരിക്കുന്നത് ശരിയ നിയമത്തിന് ബേസിലാണ് അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് ഈ ഒരു സക്സഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസ് ഉള്ളത്. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കീ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഫിക്സഡ് ഷെയർസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഒബ്ലിഗേറ്ററി ഹെയർസും റെസിജ്വറി ഹെയർസും. ഒബ്ലിഗേറ്ററി ഹെയർസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ്, അതുപോലെ സ്പൗസസ്, ചിൽഡ്രൻ, പാരൻസ് തുടങ്ങിയിട്ടുള്ളവരെയാണ് ഒബ്ലിഗേറ്ററി ഹെയർസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവർക്ക് ഒരു ഫിക്സഡ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി എൻറ്റൈറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ദെൻ മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ റെസിജ്വറി ഹെയർസ് ആണ്. അതായത് മറ്റുള്ള റിലേറ്റീവ്സ്, കൂടുതലും ആഗ്നേറ്റ്സ് അഥവാ റിലേറ്റീവ്സ് ത്രൂ മെയിൽ ആയിരിക്കും ബാക്കിയുള്ള പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ സക്സഷനെ പറ്റി മുസ്ലിം പേഴ്സണൽ ലോസ് പറയുന്നത്. ഇനി ഇവിടെയും ഒരു ഓർഡർ ഓഫ് സക്സഷൻ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ഓർഡറാണ് ഇവിടെയും പറയുന്നത്. അതിൽ ആദ്യത്തേത് സ്പൗസ് എന്നുള്ളതാണ്. മരിച്ചൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നതിൽ സ്പൗസിനെയാണ് ആദ്യത്തെ ഒരു ഓർഡറിന്റെ സക്സഷനിൽ പറയുന്നത്. കുട്ടികൾ ഉള്ള സ്പൗസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈഫിന് 1/8 ഓഫ് ദ പ്രോപ്പർട്ടിയും
ഹസ്ബൻഡിന് 1/4 ഓഫ് ദ പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിപ്പോകുന്നത്. ദെൻ കുട്ടികൾ ഇല്ലാത്ത കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ വൈഫിന് 1/4 ഹസ്ബൻഡിന് 1/2 ഓഫ് ദ പ്രോപ്പർട്ടിയാണ് ലഭിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് രണ്ടാമത്തെ ഒരു ഓർഡറിൽ പറയുന്നത് ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ്റെ കേസിൽ വരുമ്പോൾ പെൺകുട്ടികളെക്കാട്ടിലും കുറച്ചധികം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്വൈസ് ആയിട്ട് പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുക ആ ഒരു ഇതിലെ മകനായിരിക്കും എന്നാണ്. പെൺകുട്ടികളെക്കാട്ടിലും ആൺകുട്ടികൾക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി മൂന്നാമതൊരു സക്സഷൻ്റെ ഓർഡർ പറയുന്ന പാരൻസ് ആണ്. ചിൽഡ്രൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പ്രോപ്പർട്ടിയുടെ ഷെയറിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ കാര്യം വരുമ്പോൾ ഈ ഒരു മരിച്ച വ്യക്തിയുടെ അച്ഛനായിരിക്കും അമ്മയേക്കാൾ കൂടുതൽ പ്രോപ്പർട്ടി ലഭിക്കുന്നുണ്ടാവുക. ഫാദറിനായിരിക്കും ഇവിടെ ഒരു കുറച്ചുകൂടി ലാർജർ ഷെയർ കിട്ടുക മദറിനേക്കാളും. ദെൻ നാലാമത്തത് പറയുന്നത് അതർ റിലേറ്റീവ്സ് ആണ്. അതർ റിലേറ്റീവ്സ് എന്നുള്ളതുകൊണ്ട് സിബ്ലിങ്സും അവരുടെ ചിൽഡ്രനും അവരുടെ ബാക്കിയുള്ള പ്രോപ്പർട്ടി അവരിലേക്കായിരിക്കും ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് 4 ഓർഡർ, സക്സഷൻ്റെ 4 ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്: സ്പൗസ്, ചിൽഡ്രൻ, പാരൻസ് ആൻഡ് അതർ റിലേറ്റീവ്സ്. ഇനി അഡോപ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസ് പറയുമ്പോൾ ആദ്യം പറയാനുള്ള ഒരു ആക്ട് ആണ് ദ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ഓഫ് 1956. ആൻഡ് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. 3 പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ ഒരു പ്രൊവിഷൻ എലിജിബിലിറ്റി ആണ്. ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ള കാര്യമാണ്. 21 വയസ്സ് തികഞ്ഞ ഹിന്ദു മെയിലിനും 18 വയസ്സ് തികഞ്ഞ ഹിന്ദു ഫീമെയിലിനും അഡോപ്ഷൻ ചെയ്യാവുന്നതാണ്. പക്ഷെ അവർ ലീഗലി ഇതിന് എലിജിബിൾ ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ലീഗൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പ്രൂവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ഒരു അഡോപ്ഷനുള്ള പ്രൊവിഷൻസ് ഒക്കെ ലഭ്യമാവുന്നുള്ളൂ. ദെൻ രണ്ടാമതൊരു പ്രൊവിഷൻ പറയുന്നത് വാലിഡ് അഡോപ്ഷൻ എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്ന ആൾ അഡോപ്റ്റ് ചെയ്യാൻ വാലിഡ് ആയിരിക്കണം, അഡോപ്ഷൻ കൊടുക്കുന്ന ആള് കൊടുക്കാനും അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടി അഡോപ്റ്റ് ചെയ്യപ്പെടാനും വാലിഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് അഡോപ്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ബോത്ത് പാർട്ടീസിന്റെ കൺസെന്റും അതുപോലെ ലീഗൽ ഡോക്യുമെന്റ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമാണ് ഈ ഒരു അഡോപ്ഷൻ പ്രോസസ്സ് സാധ്യമാകുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ടിന്റെ അണ്ടറിൽ ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കുമ്പോൾ, അതായത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന കുറച്ച് കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ റിലീജിയനിൽ പെട്ട ആൾക്കാരുണ്ട്. അതായത് ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, സിഖ്സ് ആൻഡ് എക്സ്റ്റെൻസ് ടു നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഹൂ മീറ്റ് സ്പെസിഫിക് കണ്ടീഷൻസ്. ഇത്രയും റിലീജിയനിൽ പെട്ട ആൾക്കാരും അതുപോലെ തന്നെ സ്പെസിഫിക് കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻസിനും കൂടി ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നുണ്ട് ഈ ഒരു ആക്ട്. ദെൻ അഡോപ്ഷൻ കോൺസിക്വൻസസിനെ പറ്റി പറയുന്നത് അവർ അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടിക്ക് ബയോളജിക്കൽ ചൈൽഡ് എന്ന നിലയിൽ തന്നെ എല്ലാവിധ ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു അഡോപ്ഷൻ കോൺസിക്വൻസസ് എന്നുള്ളതിൽ പറയുന്നത്. അതായത് ആ കുട്ടിക്ക് ഇൻഹെറിറ്റൻസ് റൈറ്റും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും, ഫിലിയർ റെസ്പോൺസിബിലിറ്റീസും, പാരൻസിനെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റീസും, ഇൻഹെറിറ്റൻസിനുള്ള റൈറ്റ്സും എല്ലാം ബയോളജിക്കൽ ചൈൽഡ് എന്ന പോലെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു ആക്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് മെയിൻ്റനൻസ് ഒബ്ലിഗേഷൻസ് ആണ്. അതായത് പാരൻസ് മൈനർ ആയിട്ടുള്ള ചിൽഡ്രനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പാരൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻസ് കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു മെയിൻ്റനൻസ് ഒബ്ലിഗേഷൻസിൻ്റെ അണ്ടറിൽ പറയുന്നത്. ഇനി മുസ്ലിം പേഴ്സണൽ ലോസിലെ അഡോപ്ഷൻ എങ്ങനെയൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ ശരീഅത്ത് ആക്ട് ഓഫ് 1937 വരുന്നതിന് മുന്നേ അഡോപ്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു കസ്റ്റമായിട്ടായിരുന്നു റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ. അതുപോലെ തന്നെ ദ ആക്ട് ഓഫ് 1869 സെക്ഷൻ 29 പ്രകാരം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ഒരു പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഈ ഇത്തരത്തിലുള്ള പ്രാക്ടീസ്, അഡോപ്ഷൻ പോലെയുള്ള പ്രാക്ടീസുകൾ പ്രൊഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജമ്മു ആൻഡ് കാശ്മീർ ലോസ് കൺസോൾട്ടേഷൻ ആക്ട് ഓഫ് 1977 വരുന്ന സമയത്താണ് ഹൈക്കോർട്ട്
ഈ ഒരു കസ്റ്റത്തെ റെക്കഗ്നൈസ് ചെയ്യുന്ന, അഡോപ്ഷൻ എന്നുള്ള ഒരു കസ്റ്റത്തെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതൊരു പ്രോസസ്സായിട്ട് അംഗീകരിക്കുന്നത് ആ ഒരു സമയത്താണ്, ആ ഒരു കൺസൾട്ടേഷൻ ആക്ടിന്റെ സമയത്താണ്. ഈ ഒരു മുഹമ്മദിയൻ ലോന്റെ ഒരു അഡോപ്ഷൻ ആയിരുന്നു ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീർ ലോസ് കൺസൾട്ടേഷൻ ആക്ടിൽ പറയുന്ന അഡോപ്ഷന്റെ പ്രോസസ്സുകൾ. സോ നമ്മൾ ഇന്ന് അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ഗാർഡിയൻഷിപ്പ് ഓഫ് ദ മൈനർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് അതിൽ ആദ്യം നോക്കുന്ന ഒരു ആക്ട് ദ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ആണ്. ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 4 സബ്സെക്ഷൻ എയിൽ പറയുന്നുണ്ട് ആരാണ് ഗാർഡിയൻ എന്നുള്ളത്. ഒരു മൈനറിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ മൈനറുടെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ രണ്ടുമോ നോക്കുന്ന ഒരാളെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരാളെയാണ് ഗാർഡിയൻ എന്നുള്ളത് കൊണ്ട് ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 4 സബ്സെക്ഷൻ എയിൽ പ്രകാരം പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു മൈനർ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമ്മൾ ഗാർഡിയൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ വെൽഫെയർ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗാർഡിയൻഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം നിയമങ്ങൾ, സ്പെഷ്യൽ ലോസ് ഒക്കെ ഇനാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി 4 തരം ഗാർഡിയൻസിനെ പറ്റിയിട്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ പറയുന്നുണ്ട്. ഈ ഒരു 4 തരം ഗാർഡിയൻസ് ആണ് മൊത്തത്തിൽ ഒരു മൈനറുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ആദ്യത്തെ ടൈപ്പ് നാച്ചുറൽ ഗാർഡിയൻ ആണ്. നമ്മുടെ ഫാദർ, മദർ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഗാർഡിയൻസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമതായിട്ട് ഗാർഡിയൻ നേംഡിനെ നാച്ചുറൽ ഗാർഡിയൻസ് വില്ല. അത് നാച്ചുറൽ ഗാർഡിയൻസിന്റെ വില്ലോട് കൂടിയിട്ട് ഗാർഡിയനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ടെസ്റ്റമെന്ററി ഗാർഡിയൻ എന്നും അയാൾ അറിയപ്പെടുന്നുണ്ട്. ദെൻ മൂന്നാമതായിട്ട് ഗാർഡിയൻ നേംഡിനെ കോർട്ട് ഓർഡർ, കോർട്ട് മുഖേന കോർട്ട് ഏൽപ്പിക്കുന്ന ഗാർഡിയനെയാണ് ഒരു മൂന്നാമത്തെ ടൈപ്പായിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് ആയിട്ട് ഡിഫാക്ടോ ഗാർഡിയൻ എന്ന് പറയുന്നത് പേഴ്സൺ, ഒരു ലീഗൽ ഓതറൈസേഷൻ ഇല്ലാതെ ഒരു കുട്ടിയെ സെൽഫ് അപ്പോയിന്റഡ് ഗാർഡിയൻസ് എന്നാ പറയുക. അതുപോലെ തന്നെ അടുപ്പം കൊണ്ടോ അഫിനിറ്റി കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഗാർഡിയൻസ് ആണ് ഈ ഒരു ഡിഫാക്ടോ ഗാർഡിയൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ദ ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് ഓഫ് 1890 ആണ്. ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഗാർഡിയൻഷിപ്പ് ഒക്കെ ഗവേൺ ചെയ്യപ്പെടുന്നത് ഈ ആക്ടിന്റെ അണ്ടറിലാണ്. ഇതൊരു പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കാസ്റ്റിലെ ആൾക്കാർക്ക്, ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആക്ട് അല്ല, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. പക്ഷേ ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗാർഡിയൻഷിപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആക്ടിന്റെ ബേസിലാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ആക്ട് എങ്കിൽ കൂടിയും ഈ ഒരു ഗാർഡിയനെ നിയമിക്കുന്ന സമയത്ത് ജഡ്ജ് കുട്ടിയുടെ പേഴ്സണൽ ലോ കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ഈ ഒരു ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ടും അതുപോലെ തന്നെ ആ കുട്ടിയുടെ പേഴ്സണൽ ലോയും തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആ പേഴ്സണൽ ലോയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക കോർട്ട്. ഈ ഒരു ആക്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഈ ആക്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റ് കോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് ആയിരിക്കും ആ ഒരു കുട്ടിയുടെ ഗാർഡിയനെ നിയമിക്കുന്നതിന്റെ ചുമതല ഏറ്റെടുക്കുക. ഇനി ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഗാർഡിയൻസിന്റെ കുറച്ച് റൈറ്റ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്ന ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു കസ്റ്റഡി. കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആ ഒരു ഗാർഡിയൻ ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ഡിറ്റർമൈൻ ദ റിലീജിയൻ ഓഫ് ദ ചൈൽഡ്, അതായത് കുട്ടിയുടെ മതം തീരുമാനിക്കാനുള്ള അവകാശം തികച്ചും ഗാർഡിയനിൽ നിഷിദ്ധമായിരിക്കും. ദെൻ കൺട്രോൾ മൂവ്മെന്റ്, കുട്ടിയുടെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനുള്ള അവകാശം. കൂടാതെ റൈറ്റ് ടു റീസണബിൾ ചാറ്റിസ്മെന്റ്, അതായത് കുട്ടിക്ക് വേണ്ട ആവശ്യമായ റീസണബിൾ ആയിട്ടുള്ള ശിക്ഷണം കൊടുക്കുക, ചെറിയ തോതിലുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള അവകാശം കൂടി ഗാർഡിയൻസിൽ നിഷിദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മുസ്ലിം പേഴ്സണൽ ലോസിൽ ഗാർഡിയൻഷിപ്പിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നോക്കാനുള്ളത് അവസാനമായിട്ട്. സോ ഗാർഡിയൻഷിപ്പ് ഓഫ് ദ മൈനർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഗാർഡിയൻ ഓഫ് ദ പേഴ്സൺ അല്ലെങ്കിൽ ഗാർഡിയൻ ഓഫ് ദ പ്രോപ്പർട്ടി എന്നുള്ള രണ്ട് കൺസെപ്റ്റിനെയും തമ്മിൽ
വേർതിരിച്ചാണ് ഇവിടെ കാണുന്നത്. ആൻഡ് കുട്ടിയുടെ ഫാദറിനെ ആയിരിക്കും നാച്ചുറൽ ഗാർഡിയൻ ആയിട്ട് എപ്പോഴും ഈ ഒരു മുസ്ലിം പേഴ്സണൽ ലോയിൽ കൺസിഡർ ചെയ്യാം. എന്നിരുന്നാൽ കൂടിയും കുട്ടിയുടെ മദറിനെ ആയിരിക്കും കസ്റ്റഡിക്ക് വേണ്ടിയിട്ട്, കസ്റ്റഡി റൈറ്റ്സിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക എപ്പോഴും. എസ്പെഷ്യലി ചെറിയ കുട്ടികളുടെ കാര്യത്തിലൊക്കെ കസ്റ്റഡി റൈറ്റ്സ് എപ്പോഴും പോവുക ആ കുട്ടിയുടെ മദറിനായിരിക്കും. ആൻഡ് ഷിയ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ഈ ഒരു കസ്റ്റഡി റൈറ്റ്സിന് ചൊല്ലിയിട്ട് ഡിഫറൻസസ് ഉണ്ടാകാം. അതായത് ഈ ഒരു കസ്റ്റഡി റൈറ്റ് മദറിൽ നിന്ന് കുട്ടിയിലേക്ക്, അതായത് നാച്ചുറൽ ഗാർഡിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഏജിന്റെ കാര്യത്തിലും മറ്റും ഈ ഒരു ഷിയ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കസ്റ്റംസ് ആണ് നിലനിൽക്കുന്നത്.